വരെ ഈ ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സാക്ഷ്യങ്ങളിലെ എന്നെ നന്നായി എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച എല്ലാ സാക്ഷ്യങ്ങളും ലോകോത്തരമാണ്. പക്ഷേ ചില സാക്ഷ്യങ്ങൾക്ക് ഉടമ്പടിയുടെ അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൻ്റെയൊക്കെ എക്സിക്യൂട്ടീവ് പവർ, അതിൻ്റെ മോഡ് ഓഫ് പ്രാന്തി എന്ന് പറയുന്ന അത് ചെയ്വനകളെ ചിലതിനെ ഉടമ്പടിയോട് വളരെയേറെ ചേർന്ന് നിൽക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അത് സർക്കാസ്റ്റിക്കായിട്ട് നമുക്ക് തോന്നും, പക്ഷേ സാക്ഷ്യം ബിബ്ലിക്കലാണ്. ആ സാക്ഷ്യം മെലിൻഡ എന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞ സാക്ഷിയാണ്. പല പ്രവിധാന ഇടവകയായിരുന്നു. അവരുടെ വിഷയം എന്ന് പറയുന്നത് അവരുടെ മകൻ സ്പെയിനിലാണ്. അയാൾക്ക് നടക്കുമ്പോൾ ഭയങ്കര വിലക്ഷണമായ നടപ്പ് എന്ന് വെച്ചാൽ കാലിൽ ആണി രോഗമുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അയാൾ പറഞ്ഞ 10 ആണിയുണ്ടെന്നാണ്, 10 ആണി കാലിലുണ്ട്. അപ്പോൾ അത് എന്നിട്ട് ഉടനെ അമ്മയോട് പറയണം, ഫോൺ ചെയ്യണം, ഇങ്ങനെയാണ് എനിക്ക് എൻ്റെ നടപ്പിൻ്റെ സ്റ്റൈല് തന്നെ മാറി അമ്മേ, ഭയങ്കര കൊടിയ വേദനയുമാണ്. ഇപ്പം നന്നായിട്ടൊക്കെ നടന്നു പോകുന്നവരിങ്ങനെ വികലാംഗരെപ്പോലെ നടക്കുമ്പോൾ നന്നായി നടന്നു പോകുന്നവർക്ക് പരിചരിച്ചവർക്ക് അത് ഭയങ്കരമായ ഭാരമാണ്. പക്ഷേ ആണി രോഗത്തിന് എന്താ പ്രത്യേക മരുന്നെന്നും ആർക്കും അറിയത്തില്ല. ഉണ്ടാകാം ചില സമയത്ത് ചൂഴ്ന്നൊക്കെ കളയാൻ കാണാം. പലതരത്തിലുള്ള ആൾക്കാർ നാട്ടുക്രിയകളൊക്കെ ചെയ്യണ കാണാം. ഇതിന്മേ ചിലർ മോഡേൺ മെഡിസിൻ ഉപയോഗിക്കും. എന്നാലും ഇതിൻ്റെ ലാഗിങ് ഭയങ്കരമാണ്. ഇതിൻ്റെ വേദന എന്ന് വെച്ചാൽ നമുക്ക് കാല് കുത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു ഭയങ്കര ഡെഡ് എൻഡിൽ എന്ത് ചെയ്യണമെന്ന് അവന് അറിയത്തില്ല. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ എന്ത് ചെയ്യണമെന്ന് പക്ഷേ ദൈവത്തിന് അറിയാം. ഇതിൻ്റെ അകത്തെല്ലാം വിഷയം ഇതാണ്. അതായത് ഇപ്പം ഇടക്കച്ചൻ പറയാറുള്ള വചനമാണ്, എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. നമ്മളെപ്പോഴും ഉടമ്പടിയിൽ എടുക്കുന്നൊരു വചനമാണ്. ഇപ്പം ഞാൻ എൻ്റെ നാവിൽ വന്നതുകൊണ്ട് ഷെയർ ചെയ്തതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. പക്ഷേ അതൊരു മദർ വേർഡാണ്. മദർ വേർഡെന്ന് പറഞ്ഞാൽ എന്താ? ബൈബിളിൽ ഒരു വേർഡിൽ നിന്ന് ഒത്തിരിയേറെ വചനങ്ങൾ ഇങ്ങനെ ഗീവ് ബർത്ത് ചെയ്യുന്ന വാക്കുകളുണ്ട്. അതായത് ലോകസ്ഥാപനം മുമ്പ് മുതൽ നിഗൂഢമായിരുന്നതെല്ലാം അവൻ വെളിപ്പെടുത്തിയെന്ന് പറയുന്ന പോലെ ഒക്കൾട്ട് വാക്കുകളുണ്ട്, ഗൂഢവചനങ്ങൾ ബൈബിളിൽ. വെളിപാടില്ലാതെ പറയാൻ പറ്റത്തില്ല. പഠിച്ചത് കൊണ്ടോ സർക്കംസ്റ്റൻസ് നോക്കിയത് കൊണ്ടോ അതിൻ്റെ 6th ലെവൽ പഠിച്ചത് കൊണ്ടോ ബൈബിളിൻ്റെ സംസ്കാരമോ ലാൻഡ് ഹിസ്റ്ററിയോ ചെയ്ത കാലത്ത് ലിറ്റററി ഫോമോ ഒന്നും പഠിച്ചാലും ചില വചനങ്ങൾ പറയാൻ പറ്റത്തില്ല. നമുക്ക് അഭ്യൂഹങ്ങൾ, ഹൈപ്പോത്തസിസ് ഉണ്ടാക്കാൻ പറ്റും. ആ വചനത്തെക്കുറിച്ച് ഇന്നതായിരിക്കാം ഉദ്ദേശിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്നതായിരിക്കാം ഉദ്ദേശിച്ചതെന്ന് പറയണത് ഇന്നതായിരിക്കാമെന്ന് വെച്ചാൽ ആരുദ്ദേശിച്ചതാണ്? എഴുത്തുകാരൻ ഉദ്ദേശിച്ചതെന്നാണ് ഇവർ പറയണത്. ലിറ്റററി ഫോം പഠിക്കുന്നവർ, ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം ഒക്കെ പഠിക്കുന്നവർ എഴുത്തുകാരൻ ഇങ്ങനെയായിരിക്കാം ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ എഴുത്തുകാരൻ ആരാണ്? സെൻറ്റ് ജോണാണ് എഴുത്തുകാരൻ, സെൻറ്റ് മാത്യു ആണ് എഴുത്തുകാരൻ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത് ഈ ലാൻഡ് ഹിസ്റ്ററി പഠിച്ചാൽ, 6th ലെവൽ പഠിച്ചാൽ, ഫോം ക്രിറ്റിസിസം പഠിച്ചാൽ, ടെക്സ്റ്റൽ ക്രിറ്റിസിസം പഠിച്ചാൽ പറയാൻ പറ്റത്തില്ല. അവിടെയാണ് ഈ പ്രശ്നം വരണത്. എന്താണ് ദൈവം ഉദ്ദേശിച്ചത്? ചില കാര്യങ്ങൾ ദൈവം ഉദ്ദേശിക്കണത് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാടില്ലാതെ പറയാൻ പറ്റത്തില്ലെന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വെളിപാട് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ് വെളിപാടിൻ്റെ കാലം അപ്പോസ്തല കാലത്തോടു കൂടി ക്ലോസ് ചെയ്തു. പക്ഷേ ഇപ്പോഴും സ്വകാര്യ വെളിപാടുകൾ ഉണ്ടാകുന്നുണ്ട്. സ്വകാര്യ വെളിപാടുകൾ ഇല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാൻ, ക്രിസ്തീയ ജീവിതം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ മനുഷ്യജീവിതമല്ല. സ്വകാര്യ വെളിപാടില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാൻ, അത് ജീവിതം മുന്നോട്ട് പോകും, പക്ഷേ ക്രിസ്ത്യമായിരിക്കണമെന്ന് നിർബന്ധമില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴീ അമ്മ ചേച്ചി തന്നെ മെലിൻഡ എന്താ ചെയ്തത്? അവർക്കൊരു വെളിപാടുണ്ടായി. അതൊരു വെളിപാടാണ്. എന്നുവെച്ചാൽ ദൈവം അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന വിശുദ്ധമായ തോന്നലേ.
അങ്ങനെ വിശുദ്ധമായ തോന്നൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്വിപ്ഡ് ആയിരിക്കണം. ഓൺലൈൻ പരിശുദ്ധാത്മാവുമായിട്ട് ഓൺലൈൻ ആയിരിക്കണം. അല്ല ഫയർ എഞ്ചിൻ സ്പിരിച്വാലിറ്റി കൊണ്ട് പറ്റത്തില്ല. ഫയർ എഞ്ചിൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പെരക്കത്തി പിടിക്കുമ്പോൾ മാത്രം ഫയർ എഞ്ചിനെ വിളിക്കും, അതിൻ്റെ നമ്പർ നോക്കിയെടുക്കും. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം ദൈവത്തെ വിളിക്കുന്ന ഒരു വിശ്വാസ രീതികളുണ്ട്. ഉടമ്പടി ഈ അവസ്ഥയിൽ നിന്നാണ് 10,000-ങ്ങളെ കറക്റ്റ് ക്രിസ്ത്യ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഈ ചേച്ചിക്ക് എന്ത് ചെയ്യണമെന്നറിയാം. എന്താ കാര്യം? ഈശോയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാം. അതാണ് വിഷയം. ഇപ്പം യോഹന്നാൻ 6:6 എഴുതിയിരിക്കുന്നത് എന്താണ്? നേരം വൈകി ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണം മേടിക്കാൻ അവരെ പറഞ്ഞേക്കാൻ. അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കാൻ പറയും. അപ്പോൾ ഈ നിങ്ങൾ തന്നെ കൊടുക്കാൻ പറയത്തില്ലേ, അതിലാണ് ഈ വിശ്വാസി ജീവിക്കണത്. അപ്പം ഉടമ്പടി നമുക്ക് തന്നെ എന്തിനാണ്? നിങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കാൻ. വെരി വെരി ക്ലിയർ അല്ലേ അതിനകത്തുനിന്ന്? അപ്പോൾ ഉടമ്പടി നമുക്ക് തന്നെ എന്തിനാണ്? ഈശോയുടെ ഒരു വാഗ്ദാനമാണ്. എന്താണ്? നിങ്ങൾക്ക് തന്നെ ഇത് കൊടുക്കാൻ കഴിയും. ഈശോ മാത്രമേ അങ്ങനെ ലോകത്ത് പറഞ്ഞിട്ടുള്ളൂ. എന്നെ ശ്രവിക്കുന്ന ഓരോ വിശ്വാസിയും നിൻ്റെ ജീവിത പ്രശ്നങ്ങളെ എൻ്റെ താക്കോല് നിൻ്റെ കയ്യിൽ തന്നെ കർത്താവ് തന്നിട്ടുണ്ടേ. മനസ്സിലായില്ലേ? അച്ഛൻ പറഞ്ഞ മനസ്സിലായോ? അതായത് നിൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ താക്കോല് നിൻ്റെ കയ്യിൽ തന്നെ കർത്താവ് തന്നിട്ടുണ്ട്.